ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ആശകൾ അകന്നുപോയി, ആഗ്രഹങ്ങൾ ബാക്കിയായി. ഞാൻ കണ്ട സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയി. ആശകൾ അകന്നുപോയി, ആഗ്രഹങ്ങൾ ബാക്കിയായി. ഞാൻ കണ്ട സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയി. കോർത്തുവച്ച സ്നേഹത്തിൻ നൂലറ്റു പോയി. വെറുതെ എൻ മനസ്സിൽ മോഹ കാറ്റായി നീ വീശിയടിച്ച്. സ്നേഹമാകും കുളിരും തന്ന് കൽബും കവർന്നു പോയ പെണ്ണെ, എന്നെ വിട്ടകന്നില്ലേ കൂട്ടുവേറെ തേടിയില്ലേ. എന്നെ വിട്ടകന്നില്ലേ കൂട്ടുവേറെ തേടിയില്ലേ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. തുടക്കമിൽ ചിരിച്ചു കാട്ടി ഒടുക്കമെന്നെ ചതിച്ചുപോയി. സ്നേഹം നടിച്ചെന്നെ നിരാശനാക്കിപ്പോയി. തുടക്കമിൽ ചിരിച്ചു കാട്ടി ഒടുക്കമെന്നെ ചതിച്ചുപോയി. സ്നേഹം നടിച്ചെന്നെ നിരാശനാക്കിപ്പോയി. ജീവൻ കൊടുക്കാനും തുനിഞ്ഞിറങ്ങി ഞാന്. അരുതേ നീ മനതാരി ഇതുപോലുള്ള തമാശകളൊന്നും. ക്രൂരതയ്ക്ക് മെഡലും വാങ്ങി ഇരുളിൽ അകന്നു കഴിഞ്ഞു നീയെ. ജീവിതം തകർത്തിയില്ലേ, ജീവനും കളഞ്ഞില്ലേ. ജീവിതം തകർത്തിയില്ലേ, ജീവനും കളഞ്ഞില്ലേ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. Mm-hmm.
കാവ്യ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കാവ്യയെ കൊണ്ട് രണ്ടുപേര് പാട്ട് ഞാൻ പാടിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കാവ്യ, മലയാളിയുടെ പ്രിയപ്പെട്ട കാവ്യ മാധവൻ. കാവ്യ നല്ല കവിയത്രിയാണ്. കവിത ഒന്ന് പാടും ചുമ്മാ. കാവ്യ എഴുതിയ കാവ്യതളങ്ങല്ലേ, കാവ്യതളങ്ങല്ലേ ഒരു കവിത രണ്ടുപേര് കഴിഞ്ഞിട്ട്. ഞാൻ എഴുതിയ പാട്ടിലുള്ള പാട്ട് പാടുന്നില്ല കേട്ടോ. ഞാൻ വേറെ പാട്ട്, സിനിമ പാട്ട് പാടോ? സിനിമാ പാട്ട്. മീശമാധവനിലെ പാട്ട് പാടോ? കാവ്യ ഈ പാട്ട് പാടുമ്പോ മീശമാധവനിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു. സനുഷ ഇവിടെ വിളിക്കട്ടെ. സനുഷ ഇവിടെ. ഇതൊരു അപൂർവ സംഗമമാണ്. സനുഷ പ്ലീസ് സ്റ്റേജിലേക്ക് വാ. കൊച്ചുകുട്ടി വലുതായല്ലേ? എന്നെക്കാളും നീളം വെച്ചല്ലേ? പാടാം, തുടങ്ങാം. അല്ല അങ്ങനെയൊന്നും വേണ്ട, ഞാൻ രണ്ടുപേര് പാടുള്ളൂ. മ്യൂസിക് ഒന്നും വേണ്ട. അല്ല എന്നാലും മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടാട്ടോ. പിന്നെ ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ നന്നായിട്ട് കൈയടിക്കണം കേട്ടോ. എന്താ അറിയോ, പിന്നെ നിങ്ങൾ കൈയടിക്കണ വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൈയടിക്കണം കേട്ടോ. പാടി കഴിഞ്ഞിട്ട് പാട്ടെ. മ്യൂസിക് ഉണ്ടാട്ടോ. റെഡി. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന എനിക്കല്ലേ, കിലുങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് ഹൊയ് 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 ഹൊയ്, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഇതാണ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്. അടുത്ത പാട്ട് പാട്ടെ. അടുത്ത പാടിക്കോ? അടുത്ത പാട്ട് ഞാൻ ഉദ്ദേശിച്ച അത്ര നിങ്ങൾ കൈയടിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇനിയും പാടും. എനിക്കെന്താ അറിയോ, ഈ സ്റ്റേജിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓർമ്മയാണ്. ഈ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാനൊരു മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മമ്മുഞ്ഞി മാഷ് ഇവിടെയാണ്. മാഷെ ഓർമ്മിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് രണ്ടുപേരും. ശരി, മാപ്പിളപ്പാട്ട്. ഇതുവരെ മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നില്ല. കാവ്യ വന്നു ഒരു മാപ്പിളപ്പാട്ട് പാടാനായിട്ട്. ഇത് ഏത് ഭാഷയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. നീലീശ്വരം ഭാഷയിൽ പാടിയത്. റെഡി. കടിത്തിടും പൊഴുതവൻ കടുമയിൽ കുന്തമെടുത്തു കുത്തിടയതു ഫലിത്തിട തുടങ്ങരുത്തിന ചടിപ്പിടിത്ത് കുന്തവും മുറിത്തതീകളവായി കമർന്നത്തെ കടുകടിനമി കടിയടി പിടിയൊടുവിട ചെടുത്ത് തായവുമേ സകലവും ചടുത്ത് തോഴിയുമേ. കടുത്തിടും പൊഴുതവൻ കടുമയിൽ കുന്തമെടുത്തു കുത്തിടയതു ഫലിത്തിട തുടങ്ങരുത്തിന ചടിപ്പിടിത്ത് കുന്തവും മുറിത്തതീകളവായി കമർന്നത കടുകടിനം കടിയടി പിടിയൊടുവിട ചെറുത്ത് തായവുമേ സകലവും ചടുത്ത് തോഴിയുമേ. ഓക്കെ, ഇനി പാട വേണ്ട. താങ്ക് യു സോ മച്ച്. കൈയടിച്ചതിന്, പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി, നമസ്കാരം. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, ഇപ്പോൾ കല്ലല്ല കരിങ്കല്ലല്ല നെഞ്ചിലെന്ന്, ചലാവോ നേനോ സെ ബാനരേ, ചലാവോ നേ. താങ്ക് യു.
പ്രിയരെ നമസ്കാരം. EC Mart presents Gigi Ladies Beauty Parlor Dance Mania brought to you by Ultima. ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഒരുക്കുന്ന ഡാൻസ് മാനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെറിയ ഒരു ഔപചാരികതയാർന്നൊരു ചടങ്ങിലേക്കാണ്, ചെറിയ അല്പനിമിഷം മാത്രം. ആദ്യമായി ഇന്നത്തെ ഈ ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഡാൻസ് മാനിയ നിങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തൊരുക്കിയ UAE ഒട്ടനവധി പ്രഗത്ഭ കലാവിരുന്നുകൾ ഒരുക്കി നേതൃത്വ പാടവം രംഗത്ത് കലാമൂല്യമുള്ള പ്രദർശനങ്ങൾ അവതരിപ്പിക്കുക വഴി ശ്രദ്ധേയനായ ആഡ്പ്ലേ അഡ്വർടൈസിംഗിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാസർ മുട്ടത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ നാസർ മുട്ടം. താങ്ക് യു ശ്രീ നാസർ മുട്ടം. ഗ്രീൻ അഡ്വർടൈസിംഗ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സലീമിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആഡ്പ്ലേയുടെ മാനേജിംഗ് പാർട്ണറും കേരളത്തിൽ നിരവധി ഷോകൾ നടത്തി നേതൃത്വ പാഠവും ആരംഭിച്ച ശ്രീ വി ഹരീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ശ്രീ ഹരീഷ്. ആഡ്പ്ലേ ഓപ്പറേഷൻസ് ഹെഡ് ശ്രീ ബൈജു പി കെ വിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. നമ്മളുടെ ഇന്നത്തെ ഷോയുടെ സ്പോൺസർഷിപ്പ് കൂടിയുള്ള സ്പോൺസേഴ്സായ EC മാർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി റിമി മോൾ ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാനേജിംഗ് ഡയറക്ടർ ഓഫ് EC മാർട്ട്. ജിജി ബ്യൂട്ടി പാർലറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ജിജി ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിജി ജോസഫ് Gigi Beauty Parlor. Ultima Electronics and Home Appliances CEO UAE Operations Head ശ്രീ AK സവാൻകുട്ടി ആദരവ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം Ultima Electronics and Home Appliancesന്റെ പാരന്റൽ കമ്പനി അഡ്മ ഗ്രൂപ്പിൻ്റെയും അൾട്ടിമ ഗ്രൂപ്പിൻ്റെയും MD-യുമായ ശ്രീ AK ഷൂജയും വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറും അതുപോലെ തന്നെ ജിയോ ഗ്രൂപ്പിൽ UAE-യുടെ മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ സ്ഥാനവും അലങ്കരിക്കുന്ന ശ്രീ ജോർജ് വി നേരാംപറമ്പിലിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ശ്രീ ജോർജ്. അൽറവാബി ഗ്രൂപ്പിന്റെ ബിസിനസ് പേഴ്സൺ ശ്രീ അസീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആഡ്പ്ലേയുടെ എല്ലാ കലാമൂല്യങ്ങൾക്കും അതിൻ്റെതായ രംഗപടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹചാരിയായി തുടരുന്ന അൾട്ടിമ സയൻസിൻ്റെ അൾട്ടിമ അഡ്വർടൈസിംഗിൻ്റെ എല്ലാമായ സൈനുദ്ദീനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള രാജശ്രീ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മിസ്റ്റർ രാമകൃഷ്ണനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. It's our pleasure and proud privilege to have with us this evening the business person of Al-Janam Business Services, Mr. Abdullah Falaknam. With full respect, let me invite him onto the stage. Business person Mr. Sirajne വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആഡ്പ്ലേ ഇവൻസിൻ്റെ ഞങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്ത്, അതിലുപരി ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ സമയാസമയങ്ങളിൽ നൽകിത്തരുന്ന ശ്രീ നന്ദകുമാർജിയെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നന്ദകുമാർ.
താങ്ക് യു സർ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഈ സന്ധ്യയുടെ എല്ലാമായ ഒരു പൂക്കാലത്തിൻ്റെ വരവുമായി ബാലതാരമായി സിനിമയിലെത്തി സ്കൂൾ കോളേജ് കലോത്സവ വേദിയിലെ നക്ഷത്രമായി തിളങ്ങി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ നായികയായി വന്ന് നമ്മൾ പ്രവാസികളുടെ കഥ പറഞ്ഞ പെരുമഴക്കാലത്തും ഗദ്ദാമയിലൂടെയും മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാളിയുടെ മലയാളിത്തമാർന്ന ഒരേ ഒരു നായിക ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാവ്യ മാധവൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം കാവ്യ മാധവൻ ഓൺ ടു ദ സ്റ്റേജ്. താങ്ക് യു കാവ്യജി. ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നയിക്കുന്നതിന് കാവ്യ മാധവൻ. നിറഞ്ഞ ദീപനാളത്തിലെ തെരിയുന്ന നാളങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ നന്മകൾ ഉണർത്തട്ടെ എന്നും തിന്മകളെ നീക്കം ചെയ്ത് വെളിച്ചം പകരട്ടെ എന്നും അതുവഴി ഒരു സമൂഹത്തെയും അതുപോലെ ഈ നാടിൻ്റെയും നന്മയ്ക്കായി വളരട്ടെ എന്നും ഈ സമയത്തിൽ നമുക്ക് ആശിക്കാം. Thank you, sir. Nandakumarji. Shujaji. I invite Mr. Ramashanji. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ മിസ്റ്റർ നാസർജി, നാസർ മുട്ടം. താങ്ക് യു. ഇന്നത്തെ നമ്മളുടെ ഈ നിറഞ്ഞ സദ്യയുടെ ഉദ്ഘാടനത്തിന്റെ 2 വാക്ക് നമ്മളോട് സംസാരിക്കാനായി കാവ്യ മാധവനെ ക്ഷണിച്ചു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നാലും വളരെ സന്തോഷം. അൽനാസർ ഈ വേദി എന്ന് പറയുന്നത് ഏതൊരു കലാകാരനും കലാകാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വേദിയാണ്. ഒരുപാട് പെർഫോം ചെയ്തിട്ടുള്ള വേദിയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും വരാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ നാട്ടുകാരൊക്കെ വീണ്ടും വേറൊരു നാട്ടിൽ പോയിട്ട് കാണുമ്പോൾ കുറച്ചധികം സന്തോഷമാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് എല്ലാവിധ വിജയവും നേരുന്നു. ഇതിന് ശേഷം നടക്കാൻ പോകുന്ന സ്റ്റേജ് ഷോയും വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. കലാരംഗത്ത് ശ്രദ്ധേയമായ ആഡ് പ്ലേ ഇവൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ സമർപ്പണത്തിനായി ഒരു പ്രത്യേക പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഇത് പ്രകാശനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം കാവ്യ മാധവനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ ഒരു പതിപ്പ്, ആദ്യ പതിപ്പ് മിസ്റ്റർ ശ്രീ രാമകൃഷ്ണന് നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യിക്കുകയാണ്. ആഡ് പ്ലേ ഇവൻസിൻ്റെ പ്രത്യേക പതിപ്പ്. താങ്ക് യു. ഒപ്പം തന്നെ ശ്രീ ജോർജ് വി നെനാപ്പമ്പിളിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. കാവ്യ മാധവൻ തന്നെ. താങ്ക് യു. താങ്ക് യു സർ. പ്രിയരെ, വേദിയിൽ അടുത്തായി ഒന്ന് നടക്കാൻ പോകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ UAE ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഭൂപടത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം പിടിച്ചുപറ്റിയ അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസിൻ്റെ പ്രത്യേക ഒരു ഉൽപ്പന്നമാണ് ഇവിടെ ഈ വേദിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിനടിയിലും പ്രകാശിക്കുന്ന എമർജൻസി ലൈറ്റ്, അൾട്ടിമ എക്വാ ലൈറ്റ്.
ഇതിൻ്റെ സ്വിച്ച് ഓൺ കാവ്യ മാധവൻ നടത്തുന്നു. ഇതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിനായി അൾട്ടിമയുടെ മാനേജർ ഓപ്പറേഷൻസ് ഓഫ് ദുബായ് മിസ്റ്റർ ബിജു മുഹമ്മദ് അലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സൗദി ഓപ്പറേഷൻസ് ഹെഡ് ഐ ഇൻവൈറ്റ് മിസ്റ്റർ കെഹോ ഓഫ് ഓൺ ടു ദ സ്റ്റേജ് to be present for this great function. I request Shujaji and Savanji to hand over the emergency light to Kavya Madhavan. Shock adikilla, don't worry. Here we go. Vellathil dip cheyanam. Illa shock adikilla. Ladies and gentlemen, Ultima Aqua light, the emergency light. വെള്ളത്തിനടിയിലും പ്രകാശിക്കുന്ന കാവ്യ മാധവന്റെ ഒരു ചെറിയ സംശയം നമുക്കൊക്കെ അല്ല, ഞാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയൊരു ഡൗട്ടാണ്. എമർജൻസി ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് പോകുമ്പോഴാണ്. വെള്ളത്തിന്റെ അടിയിൽ എന്തിനാ ലൈറ്റ് അല്ലേ? പിന്നെ കറണ്ട് പോകുന്നൊരവസ്ഥ വെള്ളത്തിനടിയിൽ. എന്തായാലും ഇതിന്റെ ആളോട് തന്നെ ചോദിക്കാം, പുള്ളിക്ക് തന്നെ പറയണ്ട ഇതിനെ പറ്റിയിട്ട്. അത് വെള്ളത്തിന് അടിയിലല്ല ആക്ച്വലി ഉപയോഗിക്കുന്നത്, മഴയത്തും നമ്മൾക്കിത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മീൻ പിടിക്കാൻ പലരും പോകുന്നുണ്ട്. ഏത് മഴയത്തും ഏത് വെയിലത്തും ഉപയോഗിക്കാൻ സാധനമാണ് ഞങ്ങളുടെ പുതിയ ഐറ്റം. അതാണ്, വെയിലത്ത് മാത്രമല്ല. ഓക്കെ, താങ്ക് യു. പ്രിയരെ, ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ടെലിഫോൺ നമ്പേഴ്സ് അതുപോലെ അതൊക്കെ ചേർത്ത് ജിജി ബ്യൂട്ടി പാർലറിൻ്റെ പ്രത്യേക കൗണ്ടറിൽ ചെന്ന് കൂപ്പണുകൾ ഫില്ല് ചെയ്ത് അവിടെ ഡ്രോപ്പ് ഇൻ ചെയ്താൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഐഫോണാണ് ഗിഫ്റ്റായിട്ട് ഉപഹാരമായിട്ട് ജിജി തരുന്നത്. അപ്പോൾ അത് ആരും മിസ്സാക്കരുത്, എല്ലാവരും അത് ഫില്ലപ്പ് ചെയ്ത് ഇടേണ്ടതാണ്. കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്. എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്? കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്. എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്? നാടും വീടും ഓർമ്മയില്ല, പാടും പാട്ടീണമില്ല. ദേഹം നൊന്തു കിടന്നു പോയാൽ കൂട്ടിനാളില്ല. നാടും വീടും ഓർമ്മയില്ല, പാടും പാട്ടീണമില്ല. ദേഹം നൊന്തു കിടന്നു പോയാൽ കൂട്ടിനാളില്ല. എങ്കിലും സ്നേഹമോടെ വന്നു മധുരം തന്നതെന്താണ്? കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്. എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്? ആ മധുര പുഞ്ചിരിക്ക് പേരുമുഹബത്തെങ്കിൽ കേൾക്ക്. ഈ അനുരാഗം ഒരിക്കലും സഫലമാകില്ല. ആ മധുര പുഞ്ചിരിക്ക് പേരുമുഹബത്തെങ്കിൽ കേൾക്ക്.
ഈ അനുരാഗം ഒരിക്കലും സഫലമാകില്ല. കാരണം സ്നേഹമെന്ന വാക്കിനിവിടെ പുല്ലുവിലയില്ല. കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുപറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്. എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്? കടത്തു തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്. എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്? സലീം, താങ്ക് യു. താങ്കൾ ചെറുപ്പത്തിൽ വയന്ന് പറയാൻ പോയിരുന്നു എന്നൊക്കെ നിങ്ങളുടെ സുഹൃത്ത് മഹേഷ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. വയന്ന് പറഞ്ഞിരുന്നു, പള്ളിയിലെ മൂലിയരോ മറ്റോ ആയിരുന്നു. ഞാൻ ഈ ഭാഗത്തൊക്കെ കുറേ വയല് പറയാൻ വന്നിട്ടുണ്ട്. 14കാരൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വയന്ന് പറഞ്ഞിരുന്നു നമുക്ക്. ആ വയലൊക്കെ ഞാൻ കുറേ മറന്നു പോയിരിക്കുന്നു പഠിച്ചൊക്കെ. പണ്ട് ഈ ഭാഗത്തൊക്കെ കുറേ വന്നിട്ടുണ്ട്. ആദ്യമായി കേരളത്തിൽ 14കാരൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ വയല് പറയാൻ വന്ന ഞാനായിരുന്നു. എനിക്ക് ശേഷമായിരുന്നു ഒരു പക്ഷേ കൂടുതൽ 14കാരന്മാരും 17കാരന്മാരൊക്കെ വന്നത്. നമുക്കൊരു വയല് കേൾക്കാം. വയല് എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ പ്രണയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്നിച്ച് കാണിക്കാതെ. ഇനി പ്രണയം നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്നിച്ച് കാണിക്കും. അപ്പം ഞാൻ പ്രണയിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി മമ്മൂക്കയുടെ ഒരു ഡയലോഗ് മതപ്രഭാഷണ രീതിയിൽ പറയാം. എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൈയടിക്കണം. പ്രത്യേകിച്ച് പ്രണയിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഈ വാക്ക് ശ്രവിക്കുക. ഭാവിയിൽ ഒരു വിരഹ കാമുകനാവാതിരിക്കുക. ഇന്നിതാ ആനന്ദത്തിൻ്റെ നാളുകളാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്. അലയും തിരയും കാറ്റും കോളും സന്തോഷങ്ങളും ഒന്നിനുമീത മറ്റൊന്നൊന്നായി പരിണമിക്കുകയാണ്. പാടത്തും പീഡികത്തിണ്ണയിലും ഇരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് തൻ്റെ മുന്നിലൂടെ നടന്നുപോയാൽ അവൾ എന്നോട് ലൈന എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, ഞാനൊന്നു പറയട്ടെയോ? പെണ്ണെന്ന വർഗം അവൾ ചിരിച്ചുകൊണ്ടടുക്കും, അവൾ കരഞ്ഞുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കം വീരകഥാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ? ചീറി വരും പാമ്പിനെ നമ്പ്, ചിരിച്ചു വരും പെണ്ണിനെ നമ്പിക്കൂടാതെന്ന് ഏതോ ഒരു തമിഴ് സിനിമയിൽ തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ രജനികാന്ത് പോലും പറഞ്ഞില്ലേ? ഒരു പെണ്ണ് കരഞ്ഞാൽ അതിനു കാരണം പലതാണത്രേ, എന്നാൽ ഒരാണ് കരഞ്ഞാലോ അതിനു കാരണം ഒന്നാണ്. പെണ്ണിൻ്റെ ചതിയാണ്, പെണ്ണിൻ്റെ വഞ്ചനയാണ്. ഇതെല്ലാ സുഹൃത്തുക്കളും മനസ്സിലോർക്കുക. എന്തായാലും നന്ദി, നമസ്കാരം. കമലഹാസൻ ഫാൻസ്, നിങ്ങൾക്കായി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. மேகம் கொட்டுட்டும் ஆட்டம் உண்டு, மின்னல் வெட்டுட்டும் பாட்டும் உண்டு. ராகங்கள் தீராது பாடாமல் போகாது, வானம் பாடி போயாது. மேகம் கொட்டுட்டும் ஆட்டம் உண்டு. எந்தன் பாட கேட்டு இடி இன்று கைத்தட்டு, தடை ஒன்றும் இல்லை மழை வந்து கேட்கட்டும். இசமழையாய் நடத்திடுவோம் நாங்கள். குளிரெடுத்தால் வானத்துக்கு கூடை கொடுங்கள் நீங்கள். பாட்டுக்கள் வாழ்ந்தர கேட்க
ஆட்டத்தில் மின்னல் தோக்குமே மழை சிந்தும் நீரும் தேனே மேகம் கொட்டட்டும் ஆட்டம் ஒன்று மின்னல் வெட்டட்டும் பாட்டும் ஒன்று ராகங்கள் தீராது பாடாமல் போகாது வானம் வாடி வாயாது வேகம் ஒட்டட்டும் ஆட்டம் உண்டு. Everybody please come on, dance with me. Come on, dear. வந்ததாலே இசை நின்று போகுமா புயல் வந்ததாலே கலை என்ன ஓயுமா மழை வந்ததாலே இசை நின்று போகுமா புயல் வந்ததாலே கலை என்ன ஓயுமா ராகங்களாய் தீபங்களே எட்டி வச்சேன் தாண்டே ராகங்களாய் மிகங்களே நான் நிறுத்தி வச்சேன் நிற்பேன் ரசிகைய பாட்டத்தை பார்க்கிறேன் உன்ன பாதத்தை என் தலை சாய்க்கிறேன் இசை எந்த ஜீவன் என் பேர் லல்லா லா 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 லல்லா லல்லா லா 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 ராகங்கள் தீராது பாடாமல் போகாது வானம் வாடி வாயாது. Yeah. One, two, three, four. 1, 2, 3, 4. Thank you so much. مرحبا تعالوا سوا നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട് കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട് കൂട്ടുകാരുമൊത്തു ഞാൻ കളിച്ച നാട് കുറുമ്പു കാട്ടി ഞാൻ വളർന്നൊരെൻ്റെ നാട് കേളി കേട്ട കേളിയുള്ള കേരള നാട് കേളി കേട്ട കേളിയുള്ള കേരള നാട് പച്ചയാൽ പുതച്ചു നിൽക്കുമെൻ്റെ നാട് ഞാൻ പിറന്ന നാട് കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്
കൊത്തും കുഞ്ഞു പറവകൾ കുഞ്ഞു നാടിൽ ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. കാറ്റിനൊത്ത് നൃത്തമാടും കേരവൃക്ഷവും മേടമാസം പുത്തു നീക്കും കൊന്ന പൂക്കളും കാറ്റിനൊത്ത് നൃത്തമാടും കേരവൃക്ഷവും പാനിലാകെ ശോഭതീർക്കും താരകങ്ങളും പാനിലാകെ ശോഭതീർക്കും താരകങ്ങളും എന്നുമെന്നും എൻ്റെ നാടിൻ കഥ പറഞ്ഞിടും കുഞ്ഞുനാളി ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട് കുഞ്ഞുനാളി ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട് കൂട്ടുകാരുമൊത്തു ഞാൻ കളിച്ച നാട് കുറുമ്പു കാട്ടി ഞാൻ വളർന്നൊരെൻ്റെ നാട് കേളിയുള്ള കേരള നാട് പച്ചയാൽ മുതച്ചു നീക്കുമെൻ്റെ നാട് ഞാൻ പിറന്ന നാട് കുഞ്ഞുനാളി ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട് കുഞ്ഞുനാളി ഞാൻ കളിച്ച നാട് കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. കലാകേരളം ക്രിയേഷൻസ് നിർമ്മിച്ച് സമീർ നാസർ സംവിധാനം ചെയ്യുന്ന പകൽ തീർന്ന വഴിയിൽ എന്ന ഈ സിനിമയിൽ പാടാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആരാരോ പാടുന്നു ഈ കാന്തം ഏതോ ഏതേതോ മൗനങ്ങൾ തൻ ഈണം. എൻ്റെ ആദ്യ ഫിലിം സോങ് ആണ് ഈ ചിത്രത്തിലുള്ളത്. എൻ്റെ എല്ലാ ആൽബം ഗാനങ്ങളും സ്വീകരിച്ചതുപോലെ ഈ ഒരു സിനിമാ ഗാനവും നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം തൻസീർ കൂത്തുപറമ്പ്. ദൂരയോ വെണ്ണക്കല്ലി പാടവിയാൻ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കല്ലി പാടവിയാൻ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ. കന്നിത്താമര പൂത്തൊരു കനിയോ കണ്ണിനിഴയത് കോത്തൊരു നിധിയോ മണ്ണിൽ നീയൊരു സ്വർഗ കനിയോ
കണ്ണി താമര പൂത്തൊരു കനിയോ കണ്ണിൽ ഇഴയത് കോർത്തൊരു നിധിയോ മണ്ണിൽ നീയൊരു സ്വർഗ കനിയോ കനിയേ നീ ദുനിയാവിൽ എവിടെ ബീവി കലമാനിയുള്ള ഉന്നാര ബീവി വെണ്ണക്കൽ പാടവി ഞാൻ അടർത്തിനാടേ വെൺകാര മലർ പോലെ ചിരിക്കുന്നോളേ സുന്ദരി നിന്നയൊരുക്കിയതാര് ചന്ദന പൂമണം പൂശിയതാര് ചന്ദ്രികവാർ മുഖം നൽകിയതാര് സുന്ദരി നിന്നയൊരുക്കിയതാര് ചന്ദന പൂമണം പൂശിയതാര് ചന്ദ്രികവാർ മുഖം നൽകിയതാര് നേരിട്ട് സുവർഗത്തിൽ ഇറങ്ങി വന്നോ കൂറി നീ ബാലി തെറ്റി ഇവിടെ വന്നോ വെണ്ണക്കൽ പാടവിനാൽ അടർത്തിങ്കാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ അരന്ന പിടയുന്ന നടയുടെ മട്ട് അരമുട്ടിത്തെറിക്കുന്ന മുടിയുടെ കെട്ട് അതുള്ളും കുജമിരുമാതളമൊട്ട് അരന്ന പിടയുന്ന നടയുടെ മട്ട് അരമുട്ടിത്തെറിക്കുന്ന മുടിയുടെ കെട്ട് അതുള്ളും കുജമിരുമാതളമൊട്ട് യൗവന പാടവിന്നി നടത്തും കൽബ് യവനിക മാറക്കുള്ളിൽ തിളങ്ങും ഹുബ് വെണ്ണക്കൽ പാടവിനാൽ അടർത്തിങ്കാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കൽ പാടവിനാൽ അടർത്തിങ്കാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കൽ പാടവിനാൽ അടർത്തിങ്കാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ المرحبا താരോത്സവം ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണേ പടിവാതി ചാരി എന്നെ നോക്കും പെണ്ണാണേ 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണേ പടിവാതി ചാരി എന്നെ നോക്കും
നോക്കും പെണ്ണാണേ. പവിഴപ്പൂമിനിയുള്ളോളവൾ പാവം പെണ്ണാണേ. ഞാൻ കെട്ടിയ പെണ്ണിന് എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. ജനനക്ക് ജന ജന ജനനക്ക് ജന ജന ജനനക്ക് ജന 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 ജനനക്ക് ജന ജന ജനനക്ക് ജന ജന ജനനക്ക് ജന 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 ജന. ഞാനെത്തും മണിയറയിൽ നേരത്തെ ഇവളെത്തും. കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും. കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്. ഞാനൊന്നു ചിരിച്ചാലവളി പെരുന്നാളിൻ പൊലിവാണ്. ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്. ഞാനൊന്നു ചിരിച്ചാലവളി പെരുന്നാളിൻ പൊലിവാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ. സ്നേഹത്താൽ എന്നെ ഉറക്കും എൻ്റെ നിലാവിലെ സുന്ദരിയ. நான் கட்டிய பொண்ணுக்கு கொஞ்சம் அழகு குறைவாச்சு. ஆனாலும் அவளே எனக்கு ரொம்ப பிடிச்சிருக்கு. ஜனனுக்கு ஜன ஜன ஜனனுக்கு ஜன ஜன ஜனனுக்கு ஜன 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 ஜனனுக்கு ஜன ஜன ஜனனுக்கு ஜன ஜன ஜனனுக்கு ஜன 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 ஜன. എന്നരികിൽ ഇവളുണ്ടെന്നാൽ ദുഃഖം ഞാനറിയില്ല. അറിയാതെ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല. എന്നരികിൽ അവളിരുന്നാലേ വരുത്തങ്ങൾ കിടയാതെ. അറിയാമല്ലാനഴുതാലും അവൾ വിളികൾ തൂങ്ങാതെ. നീയൊന്നു ചിരിത്താ പോതും എൻ മനസ്സി കുളിരുമെടി. നീ എന്നെ വെറുത്താ കൂടെ എൻ മനസ്സി പാശമെടി. നീയൊന്നു ചിരിച്ചാ പോതും എൻ മനസ്സി കുളിരുമെടി. നീ എന്നെ വെറുത്താ കൂടെ എൻ മനസ്സി പാശമെടി. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ. ഈ ജന്മം എനിക്കായി മാത്രം ജീവൻ തന്നൊരു സുന്ദരിയാ. ഞാൻ കെട്ടിയ പെണ്ണിന് എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാണേ. എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. 14 പ്രാവുരിക്കും പോലൊരു ചിരിയാണേ. പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. 14 പ്രാവുരിക്കും പോലൊരു ചിരിയാണേ. പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. പവിഴപ്പൂമിനിയുള്ളോളവൾ പാവം പെണ്ണാണേ. ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാണേ. എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ്. കലാകേരളം ക്രിയേഷൻസ് നിർമ്മിച്ച് സമീർ നാസർ സംവിധാനം ചെയ്യുന്ന പകൽ തീർന്ന വഴിയിൽ എന്ന ഈ സിനിമയിൽ പാടാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാടുന്നു
ഏകാന്തം ഏതോ ഏതേതോ മൗനങ്ങൾ തൻ ഈണം നോവിൻ. എൻ്റെ ആദ്യ ഫിലിം സോങ് ആണ് ഈ ചിത്രത്തിലുള്ളത്. എൻ്റെ എല്ലാ ആൽബം ഗാനങ്ങളും സ്വീകരിച്ചതുപോലെ ഈ ഒരു സിനിമാ ഗാനവും നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം തൻസീർ കൂത്തുറന്നു. ദൂരയോ